എൻ്റെ പേര് ശാലിനി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇത് ഹസ്ബൻഡ്, ഞങ്ങളുടെ 2 മക്കൾ. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് മോന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉടമ്പടി എടുത്ത എല്ലാവരെയും പോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊറോണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു. അതിനുശേഷം 2021 എൻ്റെ മോളുണ്ടായി. മോള് ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിർത്താതെയുള്ള കരച്ചിലായിരുന്നു, ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. രാത്രിയോ പകലോ കുഞ്ഞ് ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മാറി മാറി കാണിച്ചു. പക്ഷേ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനും ഒക്കെ കൊണ്ടു നടന്നു. പക്ഷേ അവൾക്കൊരു ഹീലിങ്ങും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇത്രമാത്രം ഒരിക്കലും എനിക്ക് ഒരു വിഷയത്തിൻ്റെ മേലിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാത്രിക്കപ്പുറം എൻ്റെ കണ്ണുനീര് നീണ്ടു നിൽക്കാൻ ഈശോ എനിക്ക് ഇടയാക്കിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ ഇത്രയും നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും അവളുടെ അസ്വസ്ഥത എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ കടന്നു പോകുന്നത്. അതെന്താണ് എന്നുള്ളത്, എത്ര നാളിതുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പെട്ടെന്ന് മയങ്ങിപ്പോയി. ഉറങ്ങല്ല, ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു വോയിസ് കേൾക്കുകയാണ്, 1.25 വയസ്സെടുക്കും ഇത് മാറാനായിട്ട് എന്നുള്ളൊരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൾക്ക് അതൊക്കെ മാറാൻ തുടങ്ങുന്നു. കാരണം അവൾക്കപ്പോൾ ഒരു 9 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറുമായിരിക്കും, ഇനി പെട്ടെന്ന് ഹീലിങ്ങിലേക്ക് പോകുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ സിംറ്റംസ് വളരെ അധികം ആവുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചൊരു ഡോക്ടർ അമൃതയിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്തു, കുറച്ചും കൂടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രോങ്കോസ്കോപ്പി, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമൃതയിൽ പോയി അഡ്മിറ്റായി ബ്രോങ്കോസ്കോപ്പി ചെയ്തു. പക്ഷേ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒരു അഡിനോയിഡ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അത് ഇത്രമാത്രം സിംറ്റംസ് കാണിക്കത്തക്ക രീതിയിലുള്ള അഡിനോയിഡ് സ്വെല്ലിംഗ് ഒട്ട് ഇല്ലതാനും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. കൊച്ച് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു, കണ്ടിന്യൂസ് കരച്ചിലായിരുന്നു. അങ്ങനെ പ്രൊസീജിയേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരേണ്ടി വന്നു. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒത്തിരി തകർന്ന ഒരവസ്ഥയിൽ ഞാൻ അന്ന് രാത്രി മുഴുവനും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇനി എന്താണ് മുന്നിലൊരു വഴി, ഇനി എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബെഡിലൊന്ന് കിടന്നിട്ട് പോലുമില്ല, 9-10 മാസത്തോളം ആവണം. അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണാണ്. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുത്തനെയുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകണം. ആ കുന്നിൻ്റെ ഉച്ചിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കമാണ്, അതായത് 90 ഡിഗ്രിയിലാണ് ആംഗിൾ. അപ്പോൾ ഒരിക്കലും അതിങ്ങനെ ചവിട്ടി ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെയും കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങ് കടന്നു. പക്ഷെ അത് കടന്നു എന്നുള്ളതിനപ്പുറം അതൊരു ചാട്ടമായിരുന്നു. കാരണം നമുക്കൊരിക്കും പാദം ആ ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് പാദം ഉറപ്പിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. താഴത്തേക്ക് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ ഒപ്പം മറ്റു പല ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹോളി ആയിട്ട് കാണപ്പെട്ടു. സിസ്റ്റേഴ്സ് അങ്ങനെ കാണുന്നുണ്ട്, അവരുടെ തട്ടമൊക്കെ അങ്ങനെ പറക്കുന്നത് എനിക്ക് കാണാം. അങ്ങനെ എൻ്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് പിന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ബോഡി നിൽക്കുകയാണ്. എൻ്റെ ബോഡിയിൽ എനിക്ക് കൺട്രോളില്ല, എൻ്റെ ബോഡി ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്നപ്പം ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് വീണ്ടും പൊന്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പം കണ്ടത് ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് കേട്ടു, ഇതാണ് 2ാം സ്വർഗം എന്ന് വോയിസ് കേട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴത്തേക്ക് കുനിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ പാദങ്ങളുടെ അടിയിലായിട്ട് ഒരു നീല തടാകം ഞാൻ കണ്ടു. ആ നീല തടാകം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഭയങ്കര ഭംഗിയുള്ള, അതായത് നമുക്കതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയായിരുന്നു, അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു നീല കളറ്, അങ്ങനെ ഞാനത് കണ്ടു. അപ്പം നോക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ആളുകൾ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട്, കണങ്കാല് വരെയാണ് വെള്ളത്തിന് ഉള്ളത്, അതങ്ങനെ ചവിട്ടിയിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഒരു ഡോറുണ്ട്, ആ ഡോർ കുറച്ച് ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. പുറത്തുനിന്ന് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തേക്കൊരു വഴിയുണ്ട്, ആളുകൾ ആ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചവിട്ടി ഇറങ്ങുകയാണെങ്കിൽ എനിക്കും പുറത്തേക്ക് പോവാം എന്നോർത്ത് ഞാനിങ്ങനെ, എൻ്റെ ബോഡി മുകളിലാണ്, കാല് മുകളിലാണ്, വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഞാൻ
കാല് വെള്ളത്തിലേക്ക് ചവിട്ടാൻ നോക്കി, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ തൊട്ട് ആ സ്വപ്നം എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഈ നീല കളർ എന്നെ ഭയങ്കരമായിട്ട് ഇതെന്താണിത്, എന്തോ ഒരു മെസ്സേജാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ നീല കളർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, രണ്ടാം സ്വർഗം, ഇതൊക്കെ എന്താണ് ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, നീല കളറിൽ നമുക്ക് എന്താണ് പ്രത്യേകതയുള്ളത്, നമ്മുടെ സഭ എന്താണ്, പ്രത്യേകിച്ച് ഒരു ആൻസറും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇതൊരു വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇത് എന്താണെന്നുള്ളൊരു മീനിങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ വചനം വായിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഉടമ്പടിയെ കുറിച്ചിട്ടുള്ള വചനഭാഗങ്ങൾ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ പഴയ നിയമമായിക്കോട്ടെ, പുതിയ നിയമമായിക്കോട്ടെ, ലേഖനഭാഗം ആയിക്കോട്ടെ, എപ്പോഴും എടുത്താലും ഉടമ്പടിയെ കുറിച്ചിട്ടുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നു, ഇത്രയധികം ഭാഗങ്ങളിൽ ഉടമ്പടിയെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ എന്നങ്ങനെ തോന്നി. അതിനുശേഷം ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ്റെ ടോക്കും ആരാധനയും ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞാണെങ്കിൽ കിടക്കുകയൊന്നുമില്ല, 1-2 മിനിറ്റാണ് അവൾ പകലോ രാത്രിയോ ഒക്കെ കിടക്കാൻ 1-2 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് അവളെ കിടത്തിയിട്ടാണ് ഞാനൊന്ന് വാഷ്റൂമിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോവാം. അപ്പോൾ ഞാൻ അവളെ കിടത്തി, എന്തായാലും അവൾ എണീക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ടോക്ക് ഇത്തിരി ഉറക്കന് തന്നെ കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ കുറച്ച് കയറുമ്പോൾ തന്നെ അവളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ തുറക്കുന്നു വരേണ്ടത്. പക്ഷേ അവളുടെ അനക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ടോക്ക് കേട്ടിട്ട് അങ്ങനെ ആ 1.5 മണിക്കൂറോളം കുഞ്ഞ് ആദ്യമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഈ ടോക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ പിന്നീട് ഒരു തവണയും കൂടെ അവൾക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഉറങ്ങി. പിന്നൊരു ദിവസം പിന്നീട് അങ്ങോട്ട് ടോക്ക് വെച്ചിട്ടും അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴൊക്കെയോ ഞങ്ങൾക്ക് ഉടമ്പടിയിലേക്ക് നമ്മുടെ ചിന്തകൾ തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട്, പക്ഷേ എനിക്കപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് ആ വിഷയത്തിൽ ഹീലിംഗ് കിട്ടി. അത് 1 വയസ്സിലായിരുന്നു അവൾക്ക് ആ ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഈശോ ആ വോയിസ് എനിക്ക് തന്നത് ഈ ഉടമ്പടിയെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഉടമ്പടിയിൽ 3 മാസം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു 4-5 മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവൾക്ക് വീണ്ടും പനി, കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ വരാൻ തുടങ്ങി. അത് 104 ഡിഗ്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫീവറാണ്. ആ പനി കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിച്ചു. പക്ഷേ ആൻറ്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്തു. പല കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ടും കുറവില്ലാതെ ലാസ്റ്റ് ഞങ്ങൾ കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അമൃതയിലേക്ക് നമ്മൾ റെഫർ ചെയ്യാണ്, നമുക്കിനി ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇനി വേറെ ആ ഭാഗത്ത് ഇനി ഹോസ്പിറ്റലുകളൊന്നും ഇല്ല തൃശ്ശൂർ, ഇനിയിപ്പോൾ തിരിച്ച് അമൃതയിലേക്ക് പോരണം. അപ്പോൾ ഇപ്പോൾ പോകണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് പോകണമെന്നില്ല, നാളെ പോയാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വന്നെങ്കിലും ഞങ്ങൾക്ക് അപ്പം തന്നെ പോകണം എന്നുള്ള ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവണില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാത്രിയിലൊരു 11:30 നേരത്ത് കുഞ്ഞിനെയും കൊണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ കുഞ്ഞിന് വേണ്ടി ക്യാനിലൊക്കെ നോക്കി, കാഷ്വാലിറ്റിയിൽ വന്നു, ക്യാനിൽ നോക്കി, ഒന്നും കിട്ടുന്നില്ല. 1 മാസത്തോളമായിട്ട് ഇഞ്ചക്ഷൻസും ഇതൊക്കെ പോയിട്ട് ക്യാനിലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അഡ്മിഷനായി. ക്യാനിലില്ലാതെ തന്നെ അഡ്മിഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു 7 മണിയോട് കൂടി അവൾക്ക് ഫീവർ ഷൂട്ട് ചെയ്ത് ഫിറ്റ്സ് അടിച്ചു. ഫെബ്രൈൽ സീഷറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അത് കണ്ടിട്ട് സിസ്റ്റേഴ്സിനെ വിളിച്ചു, വിളിച്ചു. അവർ ഓടി വന്നു, കൊച്ചിനെ എടുത്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് ഓടി. ആ ഓടുന്ന സമയത്ത് അവൾ വൊമിറ്റ് ചെയ്തത് മുഴുവനും ആസ്പിറേറ്റ് ചെയ്തു. മലർന്നാണ് കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോയപ്പോൾ ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, എനിക്ക് ഏകദേശം കാര്യങ്ങൾ ധാരണയായി. അവൾ ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ ചെന്ന് അവിടെ ഡോക്ടേഴ്സൊക്കെ ആ സമയത്ത് റൗണ്ട്സിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡോക്ടേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ കൊച്ചിന് വേണ്ടിയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പുറത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അപ്പോൾ അവിടെ ഇല്ല, താഴത്തേക്ക് പോയി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാനിവിടെ നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോളം വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ 1 മാസത്തോളം ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് അവരെന്നെ അലോ ചെയ്തു. അങ്ങനെ ഞാൻ നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാച്ചുറേഷൻ വല്ലാതെ ഡൗൺ ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അമ്മ പുറത്ത് നിന്നോളൂ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി കാശ് രൂപം മുറുകെ പിടിച്ച് എൻ്റെ മുന്നിൽ കുഞ്ഞിനെയുള്ള ആ മുറി ഡോർ അടച്ചു. അപ്പോൾ ഞാൻ ആ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, കർത്താവേ നീ തന്നു, നീ എടുക്കുകയാണെങ്കിൽ എടുത്തോ, നിൻ്റെ നാമത്തിനെ ഞാൻ മഹത്വപ്പെടുത്തത്തുള്ളൂ. പക്ഷേ ഒന്നെനിക്ക് നിൻ്റെ അടുത്ത് പറയാനുണ്ട്,
ഈ ഇത്രയും പ്രായം വരെ ഞാൻ അവളെ ഒരു കണ്ണ് അടയ്ക്കാതെ ഞാൻ അവളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവകാശം എനിക്കുണ്ടെങ്കിൽ അവളെ എനിക്ക് പകുതി ജീവനായിട്ട് എൻ്റെ കയ്യിലേക്ക് തരരുത്, അവളെ തരുവാണെങ്കിൽ എനിക്ക് മുഴുവനോടെ തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോള് പെട്ടെന്ന് തന്നെ സ്റ്റേബിളായി, കുഴപ്പമില്ല, അതിന് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു, സാച്ചുറേഷൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് പക്ഷേ പനി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബെഡിലേക്ക് പോന്നു. പക്ഷെ പനി വിടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ആൻറ്റിബയോട്ടിക്സ്, വാങ്കോമൈസിൻ പോലുള്ള സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ആണ് അവൾക്ക് പോയിക്കൊണ്ടിരുന്നത്, സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിലൊന്നും ആൻറ്റിവൈറൽസ് അങ്ങനെ ഒരുപാട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. സാച്ചുറേഷൻ കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ലാത്തതുകൊണ്ട് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻസും ഒക്കെ തുടങ്ങിയെങ്കിലും പനി വിടുന്നുണ്ടായിരുന്നില്ല. 104 ഡിഗ്രിയിലാണ് പനി നിൽക്കുന്നത്. കണ്ടിന്യൂസ് നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം, എന്നിട്ടും പനി വിടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും അടുത്ത ഫെബ്രൽ സീഷർ അടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇഞ്ചക്ഷൻ, പനിക്കുള്ള ഇഞ്ചക്ഷൻസ് പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്താണെന്ന് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് അതിൻ്റെ ഇടയിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരൊരു അനുമാനത്തിലെത്തി ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് CT ബ്രെയിനിനെ സജസ്റ്റ് ചെയ്തു. 12 മണിയോടുകൂടി CT ബ്രെയിനിന് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തൊക്കെ സംഭവിച്ചാലും CT റിപ്പോർട്ടിൽ ഒരു പോറൽ പോലും ഇല്ലാത്ത റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അങ്ങനെ ഞാൻ കാശുരൂപവും തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. CT കഴിഞ്ഞ് കുഞ്ഞ് വന്നു, CT റിപ്പോർട്ട് വന്നു, CT നോർമലായിരുന്നു. പക്ഷേ അപ്പോഴും കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം അവർ LPക്ക് സജസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ LP നട്ടെല്ല് കുത്തി പരിശോധിക്കുന്നത് അത് ചെയ്തു. അതിലും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ചൊവ്വാഴ്ചയായിരുന്നു, ആ LP ചെയ്യുന്നത് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മുടെ അച്ഛൻ്റെ ടോക്കും ആരാധനയും കുഞ്ഞിന് കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലത്ത് സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ സെഡേറ്റഡ് ആവാതെയാണ് LP ചെയ്യാണ്ടി വന്നത്. അതുകൊണ്ട് ഈവനിങ് ആയതോടുകൂടി അവൾ സെഡേറ്റഡ് ആവാൻ തുടങ്ങി, കുറേശ്ശെ മയങ്ങാൻ തുടങ്ങി. അങ്ങനെ 3rd ഡേയിൽ ആ കുഞ്ഞ് ഒന്ന് മയങ്ങി. അപ്പോൾ ഞാൻ അവളെ ബെഡിൽ ഇങ്ങനെ കിടത്തി അവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഭയങ്കര അത് ആ ഒരു സമയത്ത് വന്നു. അതുവരെ ഞാൻ വളരെയധികം ഇങ്ങനെ തളർന്നിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കാനൊന്നും പറ്റാതെ തന്നെ. അപ്പം ഭയങ്കരമായിട്ടൊരു ഉണർവും എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു എനർജി എനിക്ക് കയറാൻ തുടങ്ങി. ഞാൻ നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി 10 മണി ആയപ്പോഴത്തേക്കും അവളുടെ പനി വിടാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം, അവൾക്ക് ഫസ്റ്റ് ഡേയിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 2nd ഡേ തൊട്ടിട്ട് ഉച്ച തൊട്ടിട്ട് അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ക്യാനിൽ ഒരു ഡോസ് കൊടുത്ത് പകുതി എത്തുമ്പോഴത്തേക്കും ഔട്ടായി പോകുമായിരുന്നു. പുതിയ ക്യാനിൽ ഇടാനായിട്ട് വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫീവറിനുള്ള മെഡിസിൻസ് അതുപോലെ ആൻറ്റിബയോട്ടിക്സോ ആൻറ്റിവൈറൽസോ ഒന്നും കൊച്ചിന് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ പനി വിടാൻ തുടങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂം കിട്ടാനൊക്കെ അവിടെ അമൃതയിൽ ഭയങ്കര പാടാണ്. പക്ഷേ ഹസ്ബൻഡ് 3 ദിവസമായിട്ടും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റൂം. ഞാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കി ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ബെഡിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് വിളി വന്നു, റൂം റെഡിയാണ്, ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റൂം നമുക്ക് രാത്രിയോടുകൂടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് അവളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഇവിടെ വന്നത് ആണോ പ്രശ്നമായി പോയത്? നമ്മൾ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ ഈ ഫിറ്റ്സ് വന്നത് എന്നിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അത് തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു നിർത്തതും ഞാനൊരു കാഴ്ച കാണുകയാണ്. അതായത് കുഞ്ഞിനെ എടുത്തിട്ട് ആ നഴ്സസ് ഓടിപ്പോയ ആ ഒരു നേഴ്സസ് റൂം, ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ടായിരുന്നല്ലോ, ആ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊച്ചിനെ ഈശോനെ കാണുന്നു. ഈശോയുടെ ചുറ്റും ശിഷ്യന്മാർ നിൽക്കുകയാണ്. അവർ OT ഡ്രസ്സ് പച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈശോ എന്നെ ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി, മുഖത്ത് ഭയങ്കര കൂൾ ഫേസ് ആയിരുന്നു, ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അത്ര ഞാൻ കണ്ടു. ഈശോ ഡയറക്ഷൻസ് കൊടുക്കുന്നു, ശിഷ്യന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനൊരു വോയിസ് കേൾക്കുകയാണ്. അതെൻ്റെ ചെവിയിലല്ല, എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കേൾക്കണേ. ഞാൻ വോയിസ് കേട്ടത് ഇങ്ങനെയാണ്, ഈശോ ഇങ്ങനെയാണ് കടലിനെ ശാന്തമാക്കിയതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ പെട്ടെന്ന് അലർട്ടായി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനൊരു കാഴ്ച. എങ്ങനെയാണ് കടലിനെ ഈശോ അങ്ങനെ ശാന്തമാക്കണേ? നമ്മൾ ഭയങ്കര അധികാരത്തോടു കൂടിയൊക്കെ ശാന്തമാക്കണ ഒരു ഈശോനെയല്ലേ നമ്മുടെ കാഴ്ചയിൽ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ഒരു തോന്നലായിട്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചത് വിട്ട് കളയാം. എന്തായാലും ഈശോ അവൾക്ക് കൊടുത്ത ഹീലിംഗ് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വിട്ട് കളയണം എന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജായി വീട്ടിലെത്തി. കുഞ്ഞിന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, എല്ലാത്തിലും നോർമലായിരുന്നു.
ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ക നോർമലായിട്ട് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റി. അതിനുശേഷം ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത ചൊവ്വാഴ്ച, അതൊരു ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ധ്യാനം കൂടാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അച്ഛൻ ടോക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ കടലിനെ ശാന്തമാക്കിയ ആ ഒരു ഭാഗമാണ് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ ഇളകി മറിയുന്ന കടലിൽ ഒരു വള്ളത്തെ കടന്നിട്ട് ഈശോ ഉറങ്ങുമായിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലുമല്ല. ഈശോ ഉറങ്ങുമായിരുന്നില്ലേ? ഈശോ ഉറക്കം നടിക്കുമായിരുന്നു. സ്രാങ്കിന് പോലും അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോ ഉറങ്ങുമായിരുന്നില്ലേ? ഉറക്കം നടിക്കുമായിരുന്നു. ഇത്തരമൊരു സിറ്റുവേഷനിൽ എങ്ങനെ ശിഷ്യന്മാർ കൈകാര്യം ചെയ്യുന്നു എന്ന് ഈശോയ്ക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഈശോ ഉറക്കം നടിക്കുമായിരുന്നു. ഈശോ ചിരിച്ചോണ്ടാണ് ആ കടലിനെ ശാന്തമാക്കിയത് മക്കളെ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ കട്ട് ചെയ്യണമെന്ന് സാക്ഷ്യം പറയുവാണെങ്കിൽ തന്നെയും പറയരുത് എന്ന് തീരുമാനിച്ച ഭാഗമാണല്ലോ ഈശോ അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഉടമ്പടിയിലേക്ക് വരാനുണ്ടായൊരു വിഷയമാണ്. സ്വപ്നം ഇങ്ങനെ കണ്ടു. അതിനുശേഷം ആ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. നീലത്തടാകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ എനിക്കൊന്നും ആൻസർ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കതിനെക്കുറിച്ചുള്ള മറുപടി എന്തായാലും തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, ഉടമ്പടി എടുത്ത് 3-ാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തോന്നി ഉടമ്പടി പുസ്തകം വായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ്. ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉടമ്പടി പുസ്തകം എടുത്തു. തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയത് 31-ാമത്തെ പേജാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു: ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. പുറപ്പാട് 24:10. ഈ വചനാണ് ഞാൻ പുസ്തകം തുറന്ന വഴിക്ക് എടുത്ത് കിട്ടുന്നത്. ഈ ഭാഗമാണ് ഞാൻ വായിച്ചു. എൻ്റെ ശരീരം മുഴുവൻ വല്ലാത്തൊരു കുളിര് കോരുന്നൊരവസ്ഥ, വല്ലാത്തൊരു അഭിഷേകം എന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട സ്വപ്നം ഈ വചനവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെന്നുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 3 മാസം കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോ പറഞ്ഞു തരണത് പോലെ ഞാൻ കണ്ട സ്വപ്നത്തിലെ ഓരോ സ്റ്റെപ്സും ഇങ്ങനെ എനിക്ക് മീനിങ്ങുകൾ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരികയാണ്. അതായത് ഞാൻ കണ്ട നീല തടാകം അത് മരിയൻ ഉടമ്പടിയാണ്. ആ മരിയൻ ഉടമ്പടിയിലൂടെ ഈശോയാകുന്ന പ്രകാശത്തിലേക്കാണ് നമ്മൾ നടക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. അതുപോലെ ഈ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥ അതൊരു 2ാം സ്വർഗീയ അനുഭവം തന്നെയാണ്. നമ്മൾ ഞാൻ 2019 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കാനായിട്ട്. ഞാൻ ഉടമ്പടി വലിയ സംഭവമാണ് എന്നൊക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ ഒരു പത്രപ്രവർത്തനം മാത്രമായിരുന്നു 2019 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ടായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ 2023 ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കുന്നത് എല്ലാ നിബന്ധനകളും പാലിക്കുന്നത് ഭയങ്കര എഫേർട്ട്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് എൻ്റെ കഴിവ് അനുസരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പുതുക്കിയിട്ടും എനിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അത് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു. അതായത് ഈ ഉടമ്പടിയിലായിരിക്കുന്നത് പോലും കർത്താവിൻ്റെ കൃപയാണ്. അതൊരിക്കലും നമ്മുടെ കഴിവുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊന്നും വെച്ചില്ല. ഒന്ന് മാത്രമേ വെച്ചുള്ളൂ: ഈശോയെ, ഈ ഉടമ്പടിയിൽ ഏറ്റവും തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ളൊരു കൃപ മാത്രം മതി. അത് മാത്രമാണ് ഞാൻ 6 നിയോഗങ്ങളുമായിട്ടും എഴുതിയത്. വേറെ ഒന്നും ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരുന്നു. എനിക്ക് ഉടമ്പടിയിൽ കൂടുതൽ ശക്തമായിട്ട് ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു. ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും, ഈവൻ ഒരു ഈ ഉടമ്പടി പ്രാർത്ഥന പോലും എത്രമാത്രം അങ്ങനെ ഓരോ സ്റ്റെപ്സും ഈശോ ഓരോ സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നുണ്ടായിരുന്നു. അതാണ് 2ാമത്തെ അനുഭവം. പിന്നെ 3ാമതായിട്ട് മോന് വേണ്ടിയിട്ടാണ്. മോനും ഇതുപോലെ തന്നെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. LKG UKG കൊറോണയായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങനെ പനിയും ഇടയ്ക്കിടെ പനിയും അഡ്മിഷൻസും ആയിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1 വർഷമായിട്ട് 3ാം ക്ലാസ് തൊട്ട് ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവന് ഒരു തടസ്സവും ഇല്ലാതെ, സാധാരണ കുട്ടികൾക്ക് വരുന്ന പനി ജലദോഷം വന്നു പോകുന്നതല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കൂൾ 3rd സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ 1-2 പ്രാവശ്യം കാണാനുള്ള ഭാഗ്യവും ഈ മകന് ലഭിച്ചു. അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 2019 ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എന്തിലായിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്, എത്രമാത്രം സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിലും എനിക്ക്
ഒരു ബോധ്യമില്ലാതെയാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നത്. പക്ഷേ ഈ 2023 കൃത്യമായ ബോധത്തോടു കൂടെയാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണേ. പക്ഷേ ഒരു തവണ പോലും പരിശുദ്ധ അമ്മേനെ കാണാനോ അനുഭവിക്കാനോ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അന്നത്തെ പോലെ ഒന്ന് അമ്മേനെ കാണാനോ അനുഭവിക്കാനോ ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭയങ്കര കൊതി. ഒരു ദിവസം ഞാനിങ്ങനെ അതിനുവേണ്ടി തന്നെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നു. അപ്പോൾ ഞാൻ മാതാവിനെ ഈ ഉടമ്പടിയിൽ ആകെ ഒരൊറ്റ തവണ ഞാൻ മാതാവിനെ കണ്ടു. അമ്മയുടെ ഉടുപ്പ്, വെള്ള ഉടുപ്പ്, ആ വെള്ള ഉടുപ്പിൽ നിന്ന് നീല പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്, കൃപാസനത്തിൻ്റെ ഈ അഭിഷേകം ലോകം മുഴുവനും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം? അങ്ങനെ അത്രയും ഇത് കണ്ട് ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ കടന്ന് എന്താണ് കൃപാസനത്തിൻ്റെ അഭിഷേകം? അപ്പോൾ ഓരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. അതായത് ഒരു സമയത്ത്, കൊറോണ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടും, അല്ലെങ്കിൽ ഇനി ദേവാലയങ്ങളൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ മ്യൂസിയങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറച്ചും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം. കുമ്പസാരക്കൂടുകൾ കാലിയായിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് ഓരോ കുമ്പസാരക്കൂടുകളിലും നിരനിരയായിട്ട് ആളുകൾ ഹൃദയം കൊണ്ട് കുമ്പസാരിക്കാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ കൃപാസനത്തിൻ്റെ അഭിഷേകം. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ ഈശോ പറഞ്ഞ ലോകം മുഴുവനും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ അതേ അഭിഷേകം, കൃപാസനത്തിൻ്റെ അഭിഷേകം അതാണ് എന്ന് എനിക്കൊരു ബോധ്യം. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഇന്ന് ആർക്കും കാരുണ്യം കാണിക്കാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ അങ്ങനെ ഒരു തോട്ട്സ് ഈശോ എനിക്ക് തന്നു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഇന്നലെ ഞാൻ മറ്റൊരു അനുഭവം ഉണ്ടായത്, പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് പണികളിലായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അടുക്കള വശത്ത് പിറകിൽ. അങ്ങനെ സ്റ്റെപ്പിലൊരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇവള് ആ ചവിട്ടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓരോ ചെയ്യണം, പിന്നെ വീണ്ടും കയറും, അങ്ങനെ കയറി ഇറങ്ങി അവൾ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ചവിട്ടിയുടെ അടിയിൽ വല്ല പാമ്പ് എങ്ങാനും ഉണ്ടാവും. പെട്ടെന്ന് എങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പോൾ ഞാൻ ആ ചവിട്ടിയുടെ തുമ്പ് പിടിച്ച് ഞാൻ ഇതിരി അകന്ന് നിന്നിട്ട് പതുക്കെ ആ ചവിട്ടി ഇങ്ങനെ പൊന്തിച്ചപ്പം അതിൻ്റെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചവിട്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് നമ്മളതിനെ ആ ഒരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ഞാൻ നിന്ന് പറയേണ്ടി വരും. അത്രമാത്രം അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായത്. ഈശോയെ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ഉടമ്പടി കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കാട്ടിലും വലിയൊരു മഹാഭാഗ്യം സ്വർഗം നമുക്കിനി തരാനില്ല. കർത്താവ് സ്വർഗം നമ്മളോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണയാണ് നമ്മളിപ്പോഴായിരിക്കുന്ന ഈ ഉടമ്പടി. പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അച്ഛൻ പറയാറില്ലേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകുകയൊന്നും ചെയ്യരുത്. പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവ് നമ്മൾക്ക് ശക്തി തരും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. അവസാനം വിജയം സ്വർഗത്തിൻ്റേത് തന്നെയായിരിക്കും. എത്ര തളർന്നു പോയാലും വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ പ്രഭാതത്തിലും നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വർഗീയ ഉടമ്പടിയിലായിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഇപ്പോഴും കൂടെ നടക്കുന്ന അനുഭവത്തിന് നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ